ഇന്ന് നമ്മൾ നല്ല മധുരവും പുളിയും എരിവൊക്കെ ഉള്ള പച്ചമാങ്ങയുടെ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ അത്ര ഒന്നും ഉണ്ടാക്കാറില്ല, ഇപ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ വടക്കേ ഇന്ത്യയിൽ നല്ല ഫേമസ് ആണ്. അത് നമുക്ക് ഒരു കൊല്ലത്തോളം സൂക്ഷിക്കാം, ഒരു കേടും വരില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 4 മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല വലിയ മാങ്ങയായിരുന്നു. അത് പച്ച മാങ്ങയാണ് കേട്ടോ, നല്ല പച്ച മാങ്ങ എടുക്കണം. എന്നിട്ട് തൊലി കളഞ്ഞ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിപ്പം ഞാൻ കാണിച്ചു തരാം. ഇത്ര 3 കഷ്ണമായ മതി കേട്ടോ. അപ്പോൾ എല്ലാ മാങ്ങയും ഞാൻ വൃത്തിയായിട്ട് മുറിച്ച് വെച്ചു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂണോളം പെരിഞ്ജീരകവും 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുക, കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം കേട്ടോ. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒന്ന് ചെറുതായിട്ട് പൊടിക്കാം കേട്ടോ. ഒരു വിധം നല്ലോണം പൗഡറൊന്നും ആവണ്ട, ഒന്ന് തരിതരനെ ആയാൽ മതി. ഇതേപോലെ ആയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായി. ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ശർക്കര കേട്ടോ, ഒരു 3/4 കിലോ ശർക്കര എടുത്തു. അത് നമ്മുടെ നല്ല പുളി ഉള്ള മാങ്ങയാണെങ്കിൽ ഒപ്പം വേണം കേട്ടോ. 1 കിലോ മാങ്ങയ്ക്ക് 1 കിലോ ശർക്കര അങ്ങനെ. പിന്നെ ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശർക്കര ഉരുകുണ്ട് അവിടെ. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ കായം ഇട്ടതിന് ശേഷം നമ്മൾ മാങ്ങ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കാലാനമക്ക് എന്ന് പറയില്ലേ, റോക്ക് സാൾട്ടും പിന്നെ സാധാരണ ഉപ്പും 1/2 ടീസ്പൂൺ ചേർത്തു കേട്ടോ. അത് കാലാനമക്ക് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇടാത്രേ ഉള്ളൂ, അല്ലെങ്കിൽ സാധാരണ ഉപ്പിട്ടാൽ മതി. ഒന്ന് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. വേവിക്കണം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ. ഇവിടെ ശർക്കര ഉരുകി തുടങ്ങി, നല്ലോണം ഉരുകി. അപ്പോൾ കല്ലില്ലാത്ത ശർക്കര ആണെങ്കിൽ അരിക്കണ്ട, അല്ലെങ്കിൽ അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് തണുപ്പിക്കാൻ വെക്കുക. നമ്മുടെ മാങ്ങ ഏകദേശം പാകമായിട്ടുണ്ട്. തുറന്നു നോക്കിയപ്പോൾ മാങ്ങയും വെന്തേക്കണു, കുറേശ്ശെ വെള്ളം വന്നിട്ട് മാങ്ങയെന്ന്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച് നമ്മുടെ മസാല ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 5-10 നമ്മുടെ എന്താ പറയുക, ഈന്തപ്പഴമില്ലേ, അത് ചേർത്ത് കൊടുത്തു. അല്ലെങ്കിൽ നമ്മുടെ കിസ്മിസ് ഇട്ടാലും മതി കേട്ടോ. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഉണ്ടെങ്കിൽ ഇടുക, അത്രയേ ഉള്ളൂ. ഇനി നമ്മളൊന്ന് ഇളക്കി ഒന്ന് മസാല ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് വേണ്ടു അല്ല കട്ടിയൊന്നും വേണ്ട കേട്ടോ, പാനിയാക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒന്ന് ഇരുന്ന് കുറുകി വരണം. അപ്പോൾ ഒരു 5 മിനിറ്റ് മീഡിയത്തിൽ നമ്മുടെ സ്റ്റൗ വെച്ചിട്ട് നല്ലോണം തിളപ്പിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ അതിൻ്റെ പാകം നമുക്ക് മനസ്സിലാവും. വല്ലാണ്ട് കട്ടിയാവരുത്, കുറച്ച് വെള്ളത്തോടെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. നമുക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ അത് തണുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പോൾ ഇതാ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്, പാകമായിട്ട്. തണുത്തുമല്ലോ, അപ്പോൾ ഒന്ന് കട്ടിയാവുമല്ലോ, ശർക്കരയല്ലേ. അപ്പോൾ നല്ല സ്വാദാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് പൂരിക്കും ചപ്പാത്തിക്കും അതേപോലെ ചോറിനും നമുക്ക് കഴിക്കാം. ഇങ്ങനെ ഒരു പച്ചമാങ്ങ ഉണ്ടായാൽ മതി. പിന്നെ സ്പ്രെഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ബ്രെഡിലും പുരട്ടി കുട്ടികൾക്ക് കൊടുക്കാം, ലഞ്ചായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതൊട്ടും കേടുവരില്ല കേട്ടോ. ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് ഗ്ലാസിൻ്റെ കുപ്പിയിലായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.